ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഇന്ന് അജയ് ദേവ്ഗനും മാധവനും ജ്യോതികയും ചേർന്ന് അഭിനയിച്ച വികാസ് ബാൽ സംവിധാനം ചെയ്ത ഷെയ്ത്താൻ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വികാസ് ബാലാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ക്യൂൻ, ചില്ലാർ പാർട്ടി, അതുപോലെ സൂപ്പർ 30 എന്നുള്ള സിനിമകൾ മുന്നേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഡയറക്ടറാണ് വികാസ് ബാൽ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ കഥ കൃഷ്ണദേവ് യാഗ്നിക് എന്ന് പറയുന്ന ആളുടെയാണ് കഥ. ഇത് ഒറിജിനലി ഒരു 2023 ഇറങ്ങിയ വഷ് എന്ന് പറയുന്ന ഒരു ഗുജറാത്തി സിനിമയുണ്ടായിരുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയായ വഷ് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ഇത് അതുകൊണ്ടാണ് ഒറിജിനൽ കഥ കൃഷ്ണദേവ് യാഗ്നിക്കിൻ്റെയാണ് ഒറിജിനൽ കഥ. അത് തിരക്കഥ എഴുതിയിരിക്കുന്നത് ആമിൽ കിയാൻ ഖാനാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അജയ് ദേവ്ഗനും ജിയോ സ്റ്റുഡിയോസും പനോരമ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ബൈ സന്ദീപ് ഫ്രാൻസിസ്, മ്യൂസിക് ബൈ അമിത് ത്രിവേദി ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ സുധാകർ റെഡ്ഡി യക്കണ്ടി ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പെൻ മറുധർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മാർച്ചിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. അതുപോലെ ഇത് ഏകദേശം ഒരു 60-65 കോടി ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അത്യാവശ്യം വലിയൊരു ഹിറ്റ് തന്നെ ആയിരുന്നു സിനിമ. ഹിന്ദി സിനിമയിൽ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ താരങ്ങളുടെ സിനിമകളെല്ലാം ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ നിന്നും വളരെ നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ എന്നുള്ള ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലൊരു 5 ക്യാരക്ടറാണുള്ളത്. അജയ് ദേവ്ഗൻ ചെയ്ത കബീർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജ്യോതി, അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ജാൻവിയും അതുപോലെ ധ്രുവ് 2 ക്യാരക്ടേഴ്സ്. അതുപോലെ മാധവൻ ചെയ്ത വൻരാജ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഈ 5 ക്യാരക്ടറാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇത് ഇവരുടെ ഫാമിലി, അതായത് കബീറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഫാമിലി അവരുടെ ഫാം ഹൗസിലേക്ക് ഒരു ഹിൽ സ്റ്റേഷനിലുള്ള അവരുടെ ഫാം ഹൗസിലേക്ക് ഒരു അവധി സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ പോകുന്ന വഴിക്ക് ഒരു സ്ട്രേഞ്ചർ, വൻരാജ് എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെടുകയും അതിനുശേഷം ഉണ്ടാകുന്ന അവരുടെ ഫാമിലിയിലും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒറ്റ രാത്രി, ഒരു ദിവസം, ഒരു നൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ പ്രധാനമായിട്ടും സിനിമയിൽ പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. കാരണം ആ ഒരു മിസ്റ്ററിയും ഒരു ത്രില്ലിങ് എലമെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അജയ് ദേവ്ഗൻ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. വളരെ നല്ലൊരു ആക്ടറാണ് അജയ് ദേവ്ഗൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസ് സപ്പോർട്ടുള്ളൊരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല കണക്ക് സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. മാധവൻ ഇതുവരെ കാണാത്ത രീതിയിലൊരു ക്യാരക്ടറാണ് മാധവൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നൊരു പടമാണ്. അപ്പം അത് മാധവൻ അടിപൊളിയായിട്ട് വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നൊരു ആക്ടറാണ് മാധവൻ അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ആ ഒരു എന്താ പറയുക, പേടിപ്പിക്കുന്ന മൊമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അതുപോലെ അജയ് ദേവ്ഗൻ്റെ മകളായിട്ട് അഭിനയിച്ച ഹീറോയിൻ, അതൊരു പുള്ളി ആ കുട്ടി തന്നെയാണ്, ആ പെൺകുട്ടി തന്നെയാണ് വഷ് എന്ന് പറയുന്ന സിനിമയിലും അതേ ക്യാരക്ടർ ചെയ്തത്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം ആ കുട്ടിയെ തന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. കിടിലമായിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് പയ്യനായിട്ട് വന്ന ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ആയിരിക്കാം വരുന്നത്, ഇതെങ്ങനായിരിക്കും, എന്തായിരിക്കും ഇതിനുള്ളിൽ, ഇതെന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്, ആ ഒരു മിസ്റ്ററി എന്തായിരിക്കും എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് അരമണിക്കൂർ കണ്ട് മൊത്തം കുളമാക്കി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സെക്കൻഡ് ഹാഫിലുണ്ടെന്നൊരു ഫുള്ള് ഒരു കുളമാക്കിയ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം
അവർ ആ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയും ഇതൊന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫിലിമിൽ ഭയങ്കര ഡാർക്കായിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. വശം എന്ന് പറയുന്ന സിനിമയിൽ ഭയങ്കര ഡാർക്കായിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ഡാർക്കായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല, ആ ഒരു രീതിയിലേക്ക് പടം കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഓഡിയൻസ് ഒരു വേറൊരു രീതിയിൽ അക്സെപ്റ്റഡ് ആവേണ്ട ഒരു സിനിമയായിരുന്നു. ഒരു കൾട്ട് സ്റ്റാറ്റസിലൊക്കെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റഡ് ആവേണ്ട ഒരു പടമായിരുന്നു അത്. പക്ഷേ ഇത് എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിനും അതുപോലെ ഹിന്ദി ഓഡിയൻസിനും വേണ്ടി അത് അജയ് ദേവ്ഗൻ ഫിലിംസ് കാണുന്ന ഓഡിയൻസിന് വേണ്ടി ചിലപ്പോൾ ഒരു മാറ്റിയതാവാം. ആ ഒരു ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്ന രീതിയൊക്കെ കുറച്ചൊന്നും മാറ്റിയതാവാം. പക്ഷേ അതെനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. ക്ലൈമാക്സ് ഒട്ടും ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മാധവൻ്റെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് അവസാനം വരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഒരുപാട് ഈ സൂപ്പർ നാച്ചുറൽ ത്രില്ലേഴ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് ഒട്ടും ഒരു ദഹിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പക്ഷേ അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി കേട്ടപ്പോഴത്തേക്ക് അത് കിടിലമായിട്ടാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. അതും ഏകദേശം ഇതുപോലെയൊക്കെയാണ് കഥ, പക്ഷേ അതിൻ്റെ എൻഡിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് പടം. അതിൻ്റെ വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ കിടിലമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് മാത്രമേ ഉള്ളൂ എനിക്കിത്തിരി വർക്കൗട്ട് ആവാഞ്ഞത്. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾ പ്ലെയിനായിട്ട് ആ സിനിമ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിനകത്ത് നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് സിനിമ ഫുള്ള് കാണിക്കുന്നത്. ആ ഒരു ഫാം ഹൗസിൽ നടക്കുന്ന സംഭവമായിട്ടാണ് ഒരു പടത്തിന് 90% അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അത് ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കാതെ ജസ്റ്റ് ഒരു സിമ്പിൾ സിനിമ ഒരു സൂപ്പർ നാച്ചുറൽ സിനിമ കാണത്തക്ക രീതിയിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് സെക്കൻഡ് ഹാഫ് പേഴ്സണലി അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ മാധവൻ കിഡിലായിരുന്നു. ജ്യോതികയും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ജ്യോതികയും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാടങ്ങ് പെർഫോം ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഒരേ ടൈപ്പ് അഭിനയം പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അല്ലാതെ മാധവനായിരുന്നു പടത്തിൽ പെർഫെക്റ്റ്. മാധവനും ആ പെൺകുട്ടി സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ ലോഗിൻ ചെയ്തിട്ട് ഷെയ്ത്താൻ കാണുക. അത്യാവശ്യം നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.